നമ്മൾ മലയാളികളുടെ ഇഷ്ട വിഭവങ്ങളിലൊന്നാണ് മത്തി അഥവാ ചാള. മത്തി ഒരു നിസ്സാരക്കാരനല്ലെന്ന് നമുക്കറിയാലേ. മത്തി കഴിക്കുമ്പോൾ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്. ഹൃദയത്തിൻ്റെ ആരോഗ്യം നിലനിർത്താനും കാഴ്ചശക്തി കൂട്ടാനും എല്ലുകളെ ശക്തിപ്പെടുത്താനും രോഗപ്രതിരോധ ശേഷി കൂട്ടാനും എന്തിന് സൗന്ദര്യം മെച്ചപ്പെടുത്താൻ തന്നെ മത്തിക്ക് കഴിയും. അപ്പോൾ ഇന്ന് നമ്മൾ ചാളയും കൊള്ളിയും വെച്ചിട്ട് ഒരു അടിപൊളി ഐറ്റമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് നമ്മളിവിടെ 1/2 കിലോ മത്തിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പും കറിവേപ്പിലയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. മീൻ വെന്ത് വെള്ളമൊക്കെ നന്നായി വറ്റി വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ 1 കൊള്ളിക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മറ്റൊരു ചട്ടിയിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. അപ്പോൾ കൊള്ളി വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട കുറച്ച് ഐറ്റംസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ 2 ചെറിയ കഷ്ണം ഇഞ്ചിയും 5 അല്ലി വെളുത്തുള്ളിയും 10 ചെറുള്ളിയും 3 പച്ചമുളകും കൂടിയും ചതച്ചെടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച മീൻ ചൂടാറിയതിന് ശേഷം മുള്ള് ഇതുപോലെ കുടഞ്ഞ് കളയാം. അപ്പോൾ മീനിലെ മുള്ള് നമുക്ക് വളരെ വേഗത്തിൽ തന്നെ മാറ്റി കിട്ടും. അപ്പോൾ കിഴങ്ങ് നന്നായിട്ട് വെന്ത് കിട്ടിയപ്പോൾ നമ്മൾ അതിലെ വെള്ളം കൂറ്റിക്കളഞ്ഞ് ഇതുപോലെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഉള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇഞ്ചിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 സവാളയും കൂടി ചേർക്കണം. അപ്പോൾ ഇതെല്ലാം നല്ല ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ മുളക് പൊടിയും 1/2 സ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ മസാലയിലേക്ക് നമ്മൾ മുള്ള് കളഞ്ഞു വെച്ച മത്തി ഇട്ട് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കൊള്ളിക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ മത്തിയും കൊള്ളിയും നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതാ കൊള്ളി മത്തി റെഡിയായി. നമുക്കൊരു കട്ടൻ ചായ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. അല്ലെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെയും കഴിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ.